തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബഡിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 21 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 9 അധ്യായം 8 മുതൽ 15 വരെയും, വിശുദ്ധ പത്രോസിന്റെ 1 ലേഖനം 3 അധ്യായം 18 മുതൽ 22 വരെയും, വിശുദ്ധ മർക്കോസ് സുവിശേഷം 1 അധ്യായം 12 മുതൽ 15 വരെയും തിരുവചനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. നോമ്പിന്റെ പടവുകളിലൂടെ നാം യാത്രയാകുന്നു. ഓരോ ദിനവും ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ്. ഓരോ ദിവസവും നമ്മുടെ ദൌത്യത്തെ തിരിച്ചറിഞ്ഞ് മുന്നേറാനുള്ള പ്രേരണയാണ്. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് ഒരു ജീവിത പ്രവൃത്തിയാണ്. അത് കേവലമായ അധരവ്യായാമമല്ല. പുസ്തകങ്ങളിലൂടെയോ അറിവിലൂടെയോ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനം പകരുന്നതാണ് സുവിശേഷ പ്രഘോഷണം എന്നത് ഒരു തെറ്റിദ്ധാരണയായി മാത്രം നമുക്ക് കാണാൻ പറ്റണം. അതിലൂടെ യേശുവിനെ അനുഭവപ്പെടുത്താൻ സാധ്യമല്ല. രക്ഷകനായ മിശിഹായെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. ക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അതിന് 2 തലങ്ങളുള്ളതായി കാണാം. ഒന്ന്, പ്രഘോഷണ ദൌത്യം ആരംഭിക്കുന്നതിന് മുൻപുള്ള ക്രിസ്തുവിന്റെ ഉപവാസം, മരുഭൂമിയിലെ പരീക്ഷ. രണ്ടാമത്തെ ഭാഗത്താണ് ക്രിസ്തു ദൌത്യവുമായിട്ട് ലോകത്തേക്കിറങ്ങുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും അതുവഴി യേശുവിലേക്കും തിരികെ നടക്കാൻ ലോകത്തെ ക്ഷണിക്കണമെങ്കിൽ അതിനു മുൻപ് മുന്നൊരുക്കമായി ഒരു പരിത്യാഗത്തിന്റെ ജീവിതം ആവശ്യമുണ്ട്. പരീക്ഷണങ്ങൾ അതിജീവിക്കേണ്ടതുണ്ട്. ദൈവദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടും വിധം ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കേണ്ടതുണ്ട്. ആ ഒരു ഭാഗം ഒഴിവാക്കിക്കൊണ്ട് കേവലജ്ഞാനമെന്ന നിലയ്ക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നത് അപകടകരമായ ഒരു തിന്മയാണ്. ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ മറ്റുള്ളവർ അറിയുന്നില്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണവും മറ്റൊന്നല്ല. സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നാം ചിന്തിക്കുന്നത് വചനം പ്രസംഗിക്കുന്നതിനെക്കുറിച്ചാണ്. വചനം പ്രസംഗിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ആരോടായിരിക്കണം? സഭയ്ക്കകത്തുള്ളവരോട്, ക്രിസ്തുവിനെ അറിഞ്ഞവരോട്, ഈ മാർഗത്തിൽ ചരിക്കുന്നവരോട്. ലോകത്തോട് സുവിശേഷം പ്രഘോഷിക്കാൻ ഏത് മാർഗം സ്വീകരിക്കണം? അതിന് നിശ്ചയമായും പരിത്യാഗത്തിന്റെ ഒരു മാർഗം, പരീക്ഷണങ്ങൾ അതിജീവിക്കുന്ന ഒരു മാർഗം, ഒപ്പം തന്നെ ദൈവദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടാനാകും വിധം ക്രിസ്തുവിന്റെ സാരൂപ്യത്തിലേക്കുള്ള വളർച്ച. നമ്മുടെ സുവിശേഷ പ്രഘോഷണ വഴിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ അപജയം ഇതുതന്നെയാണ്. സുവിശേഷം പ്രഘോഷിക്കാനായി കടപ്പെട്ടവരാണ് നമ്മൾ, വിശ്വാസികളായ ഓരോരുത്തരും, സഭയിൽ അംഗങ്ങളായ ഓരോരുത്തരും. പക്ഷേ നാം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് പ്രസംഗചാതുര്യമുള്ളയാൾ സുവിശേഷ പ്രഘോഷകൻ, വചനം കാണാപ്പാഠം പഠിച്ച് പറയാൻ കഴിവുള്ളയാൾ സുവിശേഷ പ്രഘോഷകൻ, പുസ്തകങ്ങളിലൂടെ ക്രിസ്തുവിനെ പരിചയപ്പെടുകയും അറിയുകയും വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ സുവിശേഷ പ്രഘോഷകൻ. പ്രത്യേകിച്ച് അവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കത്തോലിക്ക വിരുദ്ധത തോന്നുമെങ്കിൽ അതിന് പരിഹാരമായി മതബോധന ഗ്രന്ഥമോ സഭാപ്രബോധനങ്ങളോ ഉദ്ധരിക്കുകയോ ചെയ്താൽ വളരെ മെച്ചപ്പെട്ട പ്രഘോഷകൻ. യഥാർത്ഥത്തിൽ പ്രഘോഷണമെന്ന ധർമ്മത്തിന്റെ അടിസ്ഥാനപരമായ ഭാവം അതല്ല. ഇത് ഒരു കേവല ഭാവമാണ്. അറിവിന്റെ തലത്തിൽ ക്രിസ്തു എന്ത് പറഞ്ഞുവെന്ന്, സഭ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നതെന്ന്, എങ്ങനെയാണ് ലോകത്തോട് സഭ അത് പറയുന്നതെന്ന് ഒരു പറച്ചിലിന്റെ മാർഗം മാത്രമാണത്. ജീവിതം കൊണ്ട് പ്രഘോഷണമില്ലാതായിത്തീരുമ്പോൾ ഈ പറയുന്നതെല്ലാം കേവലം പറച്ചിലായിത്തീരും. ഇതിന്റെ തലം ഉയർന്നതുകൊണ്ട് ഒരാൾ നല്ലയാളാകണമെന്നില്ല. എത്രയേറെ സാങ്കേതിക വിദ്യകളും അറിവും കഴിവുമുള്ളവരാണ് പലപ്പോഴും മനുഷ്യവിരുദ്ധത പ്രസംഗിച്ചിട്ടുള്ളത്. ഹിറ്റ്ലറിന്റെ കാലത്ത് ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ പ്രധാന ഉപദേശകനായിരുന്ന വ്യക്തി അറിവില്ലാത്തയാളല്ല, പ്രാഗൽഭ്യമില്ലാത്തയാളല്ല. അറിവും പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നവരാണ് ഫാസിസത്തിന്റെയും അതേപോലെ ഭീകരമായ ഭരണങ്ങളുടെയും ഒക്കെ തലപ്പത്തിരുന്നതും നാടുകളെയൊക്കെ രക്തപ്പുഴയിൽ മുക്കിക്കൊന്നതും. ജീവിതത്തിനകത്ത് അറിവുണ്ടാകുക എന്നത് ഒരാൾ ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ ഉപകരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതിന് അടിസ്ഥാനപരമായി വേണ്ടൊരു കാര്യം പറയുന്നത് ഒന്ന് പരിത്യാഗമാണ്. ഉപവാസം അടക്കമുള്ള ചര്യകളിലൂടെയൊക്കെ നാം കടന്നു പോകുന്നത് നാം ഇപ്രകാരം പരിത്യാഗത്തിന്റെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടു എന്നൊരു ബോധ്യപ്പെടുത്തലാണ്. ഉപവാസം എന്ന് തരംതാണു പോകുന്നത്
അതൊരു കേവല പ്രവൃത്തിയായി മാറുമ്പോഴാണ്. ഭക്ഷണം ഉപേക്ഷിക്കുന്നതാണ് ഉപവാസമെന്ന് വരുന്നു. പ്രത്യേകിച്ച് നാം പലപ്പോഴും ചിന്തിക്കുകയാണ്, സസ്യാഹാരിയാകുമ്പോൾ മെച്ചപ്പെട്ടയാളാകും. സസ്യാഹാരിയാകുമ്പോൾ മെച്ചപ്പെട്ടയാളാകുമെന്നത് ഒരു അന്ധവിശ്വാസമാണ്. ഭക്ഷണമാണ് ഒരാളെ നിയന്ത്രിക്കുന്നതെങ്കിൽ നിശ്ചയമായും മറ്റു ഭക്ഷണം കഴിക്കുന്നവരൊക്കെ അധമന്മാരായിട്ട് മാറും. മാംസഭക്ഷണം കഴിക്കുന്നവരും അല്ലെങ്കിൽ സസ്യാഹാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുമൊക്കെ മോശപ്പെട്ടവരാണെന്നൊരു ചിന്തയാണ് പലപ്പോഴും നമുക്കുള്ളത്. ദൈവിക ജ്ഞാനം ഉണ്ടാകാൻ സസ്യാഹാരം കഴിച്ചാൽ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കുന്നവർ, അതൊരു പുണ്യമാർഗമായി കരുതുന്നവർ. യഥാർത്ഥത്തിൽ എന്താണ് ഉപവാസം എന്ന് പറയുന്നത്? ഈ ലോകത്തിലുള്ള ആശ്രയത്വം വെടിയാനാണ്. ഭക്ഷണമാണ് എന്നെ നിലനിർത്തുന്നത് എന്നൊരു മനോഭാവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചാണ് ഉപവാസം നമ്മെ പഠിപ്പിക്കേണ്ടത്. ഭക്ഷണമാണ് പ്രധാനമെന്ന് ഇപ്പോഴും നമ്മൾ കരുതുന്നു. ഉപജീവനത്തെ പ്രധാന ജീവനത്തെക്കാൾ പ്രധാനപ്പെട്ടതായി കാണുന്ന ഒരു വീഴ്ചയിൽ നിന്ന് മോചനം നേടാനാണ് ഉപവാസം. ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ശരീരത്തിന് വല്ല ഗുണം ചെയ്തേക്കാം. ആത്മാവിന് ഗുണം ചെയ്യണമെങ്കിൽ ഞാൻ ഉപേക്ഷിക്കുന്ന ഭക്ഷണത്തിന് രണ്ട് തരത്തിലുള്ള വകമാറ്റം ഉണ്ടാകണം. ഒന്ന്, അത് ഒരു സാഹോദര്യത്തിന്റെ തലത്തിലേക്ക് മാറണം, അവരെന്നെ ഭക്ഷണമായിട്ട് മാറണം. രണ്ടാമത്, അത് വ്യക്തിപരമായൊരു ഉയർച്ചയ്ക്ക് കാരണമായിട്ട് മാറണമെങ്കിൽ എന്റെ ഭക്ഷണം യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് തിരിച്ചറിയണം, എന്റെ നിലനിൽപ്പ് ദൈവത്തിലാണെന്ന് തിരിച്ചറിയണം. ഭക്ഷണം കഴിക്കുന്നത് ജീവൻ നിലനിർത്താനാണ്. ജീവൻ നിലനിർത്താനാണ് എന്ന ആ ബോധം മാറ്റിവെച്ചിട്ട് അത് ദൈവത്തിനാൽ സാധ്യമായ ഒരു കാര്യം മാത്രമാണ് എന്ന് തിരിച്ചറിയുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഉപവാസം. അപ്പോൾ ദൈവമാണ് എന്റെ ഉടയവൻ, ദൈവമാണ് എന്റെ നിലനിൽപ്പ്, ദൈവമാണ് എന്റെ സംരക്ഷകൻ, ഞാൻ ദൈവത്തിലാണ് എന്ന് പറയാവുന്ന ഒരു ദൈവിക സത്ത എന്നിൽ ഉണ്ട് എന്ന കാര്യം ഞാൻ ഓർക്കുകയും ജീവിതത്തിൽ പരമപ്രധാനമായി ഈ ലോകജീവിതത്തെക്കാൾ നിത്യജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ഉപവാസിയായി കണക്കാക്കപ്പെടേണ്ടത്. അത് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടോ കഴിക്കാത്തതുകൊണ്ടോ സസ്യാഹാരം കഴിച്ചതുകൊണ്ടോ മാംസാഹാരം കഴിക്കുന്നതുകൊണ്ടോ ഒന്നും വ്യതിയാനം ഉണ്ടാകുന്ന കാര്യമല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രധാനപ്പെട്ടതായി കരുതുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്കുള്ള താല്പര്യങ്ങൾ. എന്തിനോടാണ് താല്പര്യം? പ്രിയം എപ്പോഴും ഇന്ദ്രിയങ്ങളോടാണ്. ഇന്ദ്രിയപരമായ താല്പര്യങ്ങളെ ഉപേക്ഷിക്കാൻ മനസ്സ് കാണിക്കണം, ലോക താല്പര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഉപവാസം നമ്മോട് പറയുന്നത്. ഉപവാസത്തെ അപ്രകാരം കാണാതിരിക്കുമ്പോൾ നിശ്ചയമായും നാം ആ വഴിയിൽ വീണുപോവുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് പരീക്ഷണമാണ്. ജീവിതം എപ്പോഴും പരീക്ഷണങ്ങളെ നേരിടുന്നതാണ്. കാറ്റടിക്കുകയും വലിയ വീഴ്ചകൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ജീവിതം. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവാനിടയില്ല. ലോകത്ത് എവിടെ ഏത് നിലവാരത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നയാളും എത്ര അറിവും കഴിവുള്ളയാളും നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, അയാളുടെ ജീവിതത്തിൽ വരാവുന്ന തകർച്ച എന്താണെന്ന്, ക്ലേശം എന്താണെന്ന്, രോഗം എന്താണെന്ന്, എങ്ങനെയാണ് നാളെയുടെ ദിനത്തെ സുരക്ഷിതമാക്കി നിർത്തുകയെന്ന് ആർക്കും ഒരു ഉറപ്പില്ല. എല്ലാവരുടെ മേലും ഈ പരീക്ഷണങ്ങൾ ഉണ്ടാവും. പരീക്ഷകളിൽ വിജയം വരിക്കാൻ പറ്റണമെങ്കിൽ എങ്ങനെയാവണം? അത് ലോകത്തെ ജയിക്കുന്നതാണ്. അതിന് 3 കാര്യങ്ങളാണ് യേശുവിന്റെ ഉപവാസനാളിന് ശേഷം ആത്മാവിന്റെ പ്രേരണയാൽ മരുഭൂമി പരീക്ഷയിൽ വെച്ച് സംഭവിക്കുക. ആ 3 സംഭവം തന്നെയാണ് ജീവിതത്തിലുടനീളം നമുക്കും ഉണ്ടാവുക. ഒന്ന്, നിലനിൽപ്പിന് ആവശ്യമായത് തേടാനുള്ള ഒരു പ്രേരണയാണ്. ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുക. ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുന്ന പ്രേരണയെ മാറ്റിവെച്ചിട്ട് ദൈവമാണ് എന്റെ ഭക്ഷണമെന്ന് പറയാൻ ഹൃദയം കൊണ്ട് കഴിയുന്നതിനെക്കുറിച്ചാണ് പരീക്ഷയിൽ വിജയമെന്ന് പറയാൻ പറ്റുക. അത് അധ്വാനിക്കാതിരിക്കണമെന്ന അർത്ഥത്തിലല്ല. പണിയെടുത്ത് പണിയാണ് ജീവിതമെന്ന് കരുതി പോകുമ്പോൾ ജീവിതം നഷ്ടമായി പോകുന്ന അനേകരില്ലേ. 10-35 വർഷക്കാലം ഗൾഫിൽ പോയി ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ജീവിതത്തിന് ദൈവമേൽപ്പിച്ച കുടുംബമെന്ന ബന്ധമോ സാമൂഹ്യ ബന്ധമോ ഒന്നുമില്ലാത്തൊരാളായിട്ട് മാറുന്നു. കുറെ പണമുണ്ടാക്കാൻ വേണ്ടി പോയൊരാളായി അധപ്പതിക്കുന്നു. ബന്ധങ്ങൾക്കൊന്നും വിലയില്ലാതായിത്തീരുന്നു. സമ്പത്തേറുന്നിടത്തൊക്കെ നാം കാണുന്നത് ഈ വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് ഒരു പട്ടിണിക്കാരന്റെ വീട്ടിലെ പാരസ്പര്യ ബന്ധം ഒരിക്കലും നമുക്ക് ഒരു ധനികന്റെ വീട്ടിൽ കാണാൻ സാധ്യമല്ല. സ്നേഹബന്ധം കാണാൻ സാധ്യമല്ല. അവരിനുള്ള മതിപ്പ് കാണാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ വിജയിക്കണമെങ്കിൽ ആദ്യം തന്നെ നിലനിൽപ്പിനായുള്ള ലൗകിക അധ്വാനത്തിന്റെ പരിമിതികളെക്കുറിച്ച് തിരിച്ചറിയണം. എന്നിട്ട് ഈ അധ്വാനം എന്റെ നിലനിൽപ്പിനായുള്ളതല്ലെന്നും അത് സാഹോദര്യത്തെ വളർത്താനുള്ളതാണെന്നും അവരന് വേണ്ടിയാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റണം. അവിടെയാണ് ഭക്ഷണം ദൈവമാണെന്ന ബോധം ഉണ്ടാകുക. ഞാൻ ഭക്ഷിക്കുന്നത് കൊണ്ടല്ല, ഞാൻ പ്രവർത്തിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാലാണ്. ഞാൻ പ്രവർത്തിക്കുന്നതാകട്ടെ അവരന് ഭക്ഷണമാകാൻ വേണ്ടിയും. ഇത്തരമൊരു ബോധ്യം ഹൃദയത്തെ ഭരിക്കാത്ത കാലത്തോളം നിശ്ചയമായും നമ്മുടെ പരീക്ഷണങ്ങളിൽ നാം വീണുപോകും. രണ്ടാമത്തേത്, നമുക്ക് ധനത്തോടും ലോകത്തോടുമുള്ള താല്പര്യമാണ്, വസ്തുക്കളോട് താല്പര്യം. അവിടെയാണ് പിശാച് യേശുവിനോട് പറയുന്നത്, നീ ദൈവത്തിനാണെങ്കിൽ നീ എന്നെ ഒന്ന് കുമ്പിടുക, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. അപ്പൊ കുമ്പിടാൻ സാധ്യമല്ല. അതുകൊണ്ട് മൂല്യം വിട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ലെന്നൊരു മനോഭാവം ഉണ്ടാകണം.
ഇന്ന് മൂല്യം എന്താണെന്ന് ചോദിച്ചാൽ അവനവന് കാശുണ്ടാക്കാനുള്ള മാർഗമായിട്ട് മാറി. കയ്യിൽ എന്തുണ്ടെന്നതാണ് ആനുകാലിക ലോകത്ത് ഒരാളെക്കുറിച്ച് പറയാനുള്ള കാര്യം. കയ്യിൽ എന്തുണ്ട്, നീ ആരാണെന്ന ചോദ്യമല്ല. ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നത് പ്രധാനപ്പെട്ടതായി കരുതണമെങ്കിൽ, പറയാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും അവരനു വേണ്ടിയുള്ള ജീവിതമായിട്ട് മാറണം. അവിടെ ഇന്ദ്രിയപരമായ താല്പര്യങ്ങൾ, ലോകമോഹങ്ങൾ, വസ്തുക്കളോടുള്ള താല്പര്യം, ഒരാൾക്ക് ദ്രവ്യാഗ്രഹം ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റണം. അതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗത്ത് നാം കുടുക്കിലാകപ്പെടുന്നത് പലപ്പോഴും അതിസാഹസികതയായിട്ട് വർത്തിക്കാനാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പ്രാർത്ഥനകളിൽ ചിലത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് കർത്താവ് ഉത്തരം തരും. ഒരാമേൻ പറയൂ, കർത്താവ് ഇപ്പോൾ ഒരു അടയാളം കാണിക്കും. ദൈവത്തെ പോലും വെല്ലുവിളിക്കുകയാണ്. 9 ആഴ്ച നവനാൾ കൂടിയാൽ കാര്യം നടക്കുമെന്ന് പറയാതൊരു പറച്ചിൽ നവനാൾ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഈ ധ്യാനം കൂടിയാൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്ന ധ്യാന കേന്ദ്രക്കാരുണ്ട്. ഇതൊക്കെ സംഭവിക്കും വേണ്ടാകണം എന്താ? ഒരു പരീക്ഷണമാണ്. 9 ദിവസം ധ്യാനം കൂടി കർത്താവിന്റെ കാര്യം കേട്ടില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞൊരു സഹോദരി എനിക്കറിയാം. വളരെ മാരകമായ രോഗത്തിലായിരുന്ന ആ സ്ത്രീ പിന്നെ പറയുന്നത്, ദൈവം എന്നെ കൈവിട്ടു, എന്റെ പ്രാർത്ഥന കേട്ടില്ലെന്നാണ്. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, എന്നെ മനസ്സിലാക്കുന്നു, എന്നെ തിരിച്ചറിയുന്നു. ഈ രോഗാവസ്ഥയിൽ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണെന്ന് പറയാനുള്ള വിശ്വാസം വർദ്ധിക്കേണ്ട പ്രാർത്ഥന എന്റെ കാര്യം കാണാനുള്ള ഒന്നായിട്ട് മാറുന്നു. അപ്പൊ ദൈവത്തെ പരീക്ഷിക്കുന്നതായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. ഒന്ന് ഉപവസിച്ച് നോക്കിയാലോ, കർത്താവ് എന്തെങ്കിലും ചെയ്താലോ എന്നാണ്. പട്ടിണി കിടന്ന് വീട്ടിലുള്ളവരെയൊക്കെ നമുക്ക് പാഠം പഠിപ്പിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ദൈവത്തെ പാഠം പഠിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിക്കൂടാ. അതുകൊണ്ടാണ് കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് യേശു പറയുന്നത്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഈ ഒരു മേഖലയിൽ നിന്ന് വിമോചനം പ്രാപിക്കാതെ, നമുക്ക് പരിത്യാഗമെന്ന പരിപൂർണതയിലേക്ക് വളരാതെ ഒരിക്കലും ഈ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഒരുങ്ങാൻ പോലും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് പരിത്യാഗിയാവുക, പരീക്ഷണങ്ങൾ അതിജീവിക്കുക. മൂന്നാമത്, ജീവിതത്തെ ശുശ്രൂഷയായിട്ട് അർപ്പിക്കാൻ പറ്റുക. അവരനു വേണ്ടിയാണ് എന്നൊരു കാര്യം ഓർത്ത് സ്വന്തം ജീവിതത്തെ അർപ്പിക്കാൻ പറ്റുക. അങ്ങനെ അർപ്പിക്കാനുള്ള മനസ്സുണ്ടായതിനു ശേഷം മാത്രമേ നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ശുശ്രൂഷകനായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾ പ്രഘോഷകനാകുക. അത് അധരം കൊണ്ടൊന്നും അധികം പറയുന്ന കാര്യമല്ല, അധരം കൊണ്ട് അധികം പറയുന്നതില്ല കാര്യം. ജീവിതത്തിനകത്ത് എരിവുള്ളവനായി ജീവിക്കുക, ദൈവികമായ അടയാളങ്ങൾ പേറുന്നവനായിട്ട് ജീവിക്കാൻ പറ്റുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഉപവാസം എന്നത് ഒരു കേവല പ്രവൃത്തിയല്ല, അല്ലെങ്കിൽ നാം വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിറവേറ്റാൻ പറ്റുന്നതല്ല സുവിശേഷ പ്രഘോഷണം. ഇങ്ങനെ ഒരു പരീക്ഷണത്തെ കടന്നുവന്ന് ദൈവദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടും വിധം ദൈവത്തിന്റെ മകനെന്ന ബോധത്തിൽ ഉയർന്ന് ദൈവം സമാശ്വാസകനായി സ്വീകരിച്ച് ജീവിത പരീക്ഷകൾക്ക് അകത്ത് ദൈവത്തിന്റെ സമാശ്വാസം അനുഭവിക്കുന്നവനായി, കർത്താവിന്റെ കൂടെ ഉണ്ട് എന്ന് ഏറ്റുപറയുന്നവനായി, പിതാവിനെ തനികെ വിടുകയില്ലെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ പറയാൻ ബലമുള്ള ഒരുവനായി മാറിക്കഴിഞ്ഞിട്ടാണ് ലോകത്തേക്ക് ഇറങ്ങിയിട്ട് പറയേണ്ടത്, പശ്ചാത്തപിക്കുവിൻ, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറയേണ്ടത്. സ്വർഗരാജ്യം സമീപിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യം എന്റെ അകത്തുണ്ട് എന്നൊരു ബോധ്യമില്ലാത്ത ഒരാൾക്ക് അത് മറ്റൊരാളുടെ പറയാൻ സാധ്യമല്ല. ഇപ്രകാരം വചനം പ്രഘോഷണം എന്നത് ജീവിതത്തിന്റെ പ്രഥമമായ ഒരു കർമ്മമായി, ജീവിത പ്രയോഗമായി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയണമെന്ന ഓർമ്മപ്പെടുത്തലാണ് നോമ്പുകാലം നമ്മുടെ മുമ്പിൽ വയ്ക്കുക. 40 നാൾ ഉപവസിച്ചും 40 നാൾ നോമ്പെടുത്തും ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ ക്രിസ്തു സ്നേഹത്തിന്റെ അഗ്നിയിൽ സ്ഫുടം ചെയ്തും വചനാനുസാരിയായി ജീവിച്ചു അതിനെ മറികടന്ന് ദൈവദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടും വിധം ദൈവത്തിന് പ്രിയങ്കരനായി മാറുന്നൊരു അനുഭവം ജീവിതത്തിലുണ്ടാകാനായിട്ടാണ് നോമ്പുകാലം ഉപകരിക്കേണ്ടത്. ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവിക പ്രവൃത്തിയിൽ മുഴുകി ദൈവം പറഞ്ഞതനുസരിച്ച് മുൻപോട്ട് പോകുന്ന നോഹയുടെ ജീവിതത്തിൽ ദൈവം അടയാളം പ്രവർത്തിക്കുന്നു. ജലപ്രളയത്തിന്റെ രൂപത്തിൽ, ജലപ്രളയത്തിൽ നിന്ന് വിമോചനത്തിന്റെ രൂപത്തിൽ. ഒടുവിൽ പ്രാവ് പുറത്തേക്ക് പോയി ഇലയുമായി തിരികെ വരുന്നു. അങ്ങനെ ജലപ്രളയം നീങ്ങിയതായിട്ട് നോഹ അറിയുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ അറിയുന്നൊരു അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവം പറഞ്ഞ വാക്കിന്റെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റണം. ദൈവം പറഞ്ഞിട്ടുള്ള സ്നേഹിക്കാനാണ്, സാഹോദര്യത്തിൽ വളരാനാണ്. ദൈവത്തിന് ആരാധനയായും സഹോദരന് അപ്പമായും മാറാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്കിപ്രകാരം ദൈവത്തിന്റെ വഴിയിലാണ് നമ്മളെന്ന് ഉറപ്പിക്കാൻ പറ്റൂ. നമ്മെ രക്ഷിക്കാൻ വേണ്ടി തന്നെ അർപ്പിച്ച് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിച്ച ക്രിസ്തു നമ്മുടെ മുമ്പിലുണ്ട്. ആ ക്രിസ്തുവിലൂടെയാണ് നാം യാത്രയാകുന്നത്. ജ്ഞാനസ്നാനം വഴി ഈ ജലപ്രളയത്തിന്റെ സാദൃശ്യമുള്ള ഒരു നവീകരണത്തിലേക്ക് നാം വരുന്നു. ജ്ഞാനസ്നാനം വഴി ക്രിസ്തുവിലായിത്തീരുന്നു. ക്രിസ്തുവിലായിത്തീരുന്ന നാം പുത്രന്റെ സ്ഥാനത്തേക്ക് വരുന്നു. പുത്രന്റെ സ്ഥാനത്തേക്ക് വരുന്ന നാം നിശ്ചയമായും പുത്രന്റെ ജീവിതത്തെ ആനുകാലിക പരിസരത്ത് അനുഭവപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ. അതുകൊണ്ട് പരിത്യാഗമെന്നതും പരീക്ഷണങ്ങൾ അതിജീവിക്കുക എന്നതും ദൈവപുത്രന്റെ സ്ഥാനത്ത് നിന്ന് മാലാഖമാരാൽ ശുശ്രൂഷിക്കപ്പെടും വിധം ജീവിക്കുന്നതും നിശ്ചയമായും ക്രിസ്തുവിലായിത്തീരുമ്പോണ്ടാകേണ്ട കാര്യമാണ്. സഭയ്ക്കകത്ത്, യേശുവിന്റെ മൌലിക ശരീരമായ സഭയ്ക്കകത്ത് അംഗങ്ങളായിരിക്കുന്ന നമ്മൾ
അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളായിരിക്കും നമ്മൾ. ശിരസായ ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ ആനുകാലിക ലോകത്ത് ജീവിച്ചുകൊണ്ട് മാത്രമേ ഇത് വെളിപ്പെടുത്താൻ കഴിയൂ. ശിരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജീവിതത്തെ ഒരു പ്രഘോഷണത്തിനുള്ള വഴിയായി തിരിച്ചറിയണം. ആ പ്രഘോഷണത്തിലേക്ക് കടക്കും മുൻപ് ഈ ക്രിസ്തുഭാവത്തിന്റെ സമൂർത്തതയിൽ ജീവിക്കാനായി ജീവിതത്തെ പരിത്യാഗമുള്ളതും പരീക്ഷണങ്ങളിൽ ദൈവത്തോട് ചേർന്ന് വന്ന് അതിനെ അതിജീവിക്കുന്നതായും, മൂന്നാമത് ദൈവപുത്രന്റെ മനോഭാവത്തോടെ ദൈവികമായ സ്നേഹത്തോടെ ഈ സഹനങ്ങളെ സ്വീകരിച്ച് മാലാഖമാരാൽ ശുശ്രൂഷിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നാം ഉയരേണ്ടതുണ്ട്. അപ്പോൾ ദൌത്യബോധം എന്നതിനെ പരമപ്രധാനമായി കണ്ട് എത്രത്തോളം നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പരിശോധനയും വിലയിരുത്തലും അതിനാവശ്യമായൊരു തയ്യാറെടുപ്പുമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലത്ത് നമുക്കുണ്ടാകേണ്ടത്. ഉദ്ധാനം എന്നത് ക്രിസ്തുവിനോടുകൂടെ ഭൂമിയിൽ ജീവിക്കാൻ എത്രത്തോളം നമുക്കാകുമെന്നതിനെ പരമാവധി നമ്മുടെ ജീവിതം കൊണ്ട് ആർജിച്ചെടുക്കലാണ്. ജീവിതത്തിൽ ക്രിസ്തുവിന്റെ ഭാഗത്തു നിന്ന് ജീവിക്കുമ്പോൾ ഈ നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും ഞെരുക്കങ്ങളും ഇല്ലായ്മകളും എല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിയണമെങ്കിൽ പരിത്യാഗിയുടെ മനോഭാവം ഉണ്ടാകണം. നമുക്ക് എപ്പോഴും ഇന്ദ്രിയപരമായ സുഖങ്ങളാണ് താല്പര്യമെങ്കിൽ നിശ്ചയമായിട്ടും പരീക്ഷണ ഘട്ടങ്ങളിൽ നാം തകർന്നു പോകും. ആദ്യം ഉണ്ടാകേണ്ടത് ഈ ബലമാർജിക്കലാണ്. ഈ ലോകമല്ല എനിക്ക് പ്രധാനപ്പെട്ടതെന്നും ക്രിസ്തുവാണ് എനിക്ക് പ്രധാനപ്പെട്ടതെന്നും അവനാണ് എന്നെ അയച്ചിട്ടുള്ളതെന്നും സഹോദരന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളതെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, സഹോദരൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളായി മാത്രം കാണരുത്, ലോകത്തുള്ള മനുഷ്യ സമൂഹത്തിനെ ആകെ സാഹോദര്യത്തിന്റെ ഭാവനയെ കണ്ടുകൊണ്ട് ഈ ലോകത്ത് വേദനിക്കുന്നവർക്ക് വേണ്ടിയാണ് എന്റെ ജീവിതമെന്ന യഥാർത്ഥ ബോധം നമുക്കുണ്ടാകണമെങ്കിൽ പരിത്യാഗത്തിന്റെ ബലം ഉണ്ടാകണം. പരിത്യാഗിയായ ഒരാൾക്ക് മാത്രമേ ഈ സമരഭൂമിയിലേക്ക് ഇറങ്ങാൻ പറ്റൂ, അവരന് വേണ്ടി നിലകൊള്ളാൻ പറ്റൂ, അടികൊള്ളാൻ പറ്റൂ, സഹിക്കാൻ പറ്റൂ, സ്വന്തം ഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റൂ. ആ ഒരു മനോഭാവത്തിലേക്ക് എത്തിച്ചേർന്ന ഒരാൾ നിശ്ചയമായും ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് വരുന്നു, അവൻ കുരിശിൽ മരിക്കുന്നു. അങ്ങനെ ജീവിതത്തിന്റെ നിസ്സാരതകൾക്ക് മരിച്ചുകൊണ്ട് ദൈവദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടുന്നവരായി നാം മാറുമ്പോൾ നിശ്ചയമായും ആനുകാലിക ലോകത്ത് നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ ശ്വാസവും നിശ്വാസവും സുവിശേഷ പ്രഘോഷണമായിട്ട് മാറും. അത്തരത്തിലായിത്തീരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ വിളിയെ മാനിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നോമ്പിന്റെ ഈ ദിനത്തിൽ നമുക്ക് പ്രത്യേകമാം വിധം ഈ നിലയ്ക്കുള്ളൊരു വളർച്ച ഞങ്ങൾക്ക് നൽകാൻ ആത്മാവിന്റെ അധിക ബലത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.